സിമന്റ് പ്ലാസ്റ്റിക് സംയോജിത പൂച്ചട്ടി നിർമ്മാണത്തിനുള്ള യന്ത്ര സംവിധാനത്തെക്കുറിച്ച് മനസ്സിലാക്കാം. പൂന്തോട്ടങ്ങളുടെ ഭംഗിക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ് ശരിയായ ഉറപ്പും നീർവാർച്ചയുമുള്ള പൂച്ചട്ടികൾ. മണ്ണിൽ നിർമ്മിച്ചിരിക്കുന്ന പൂച്ചട്ടികളുടെ സ്ഥാനത്ത് സിമന്റ് പ്ലാസ്റ്റിക് പൂച്ചട്ടികളാണ് ആളുകൾ ഇന്ന് ധാരാളമായി ഉപയോഗിച്ചു വരുന്നത്. നല്ല മണ്ണിന്റെ അഭാവം, നൈപുണ്യമുള്ള മൺപാത്ര നിർമ്മാതാക്കളുടെ കുറവ്, ഉയർന്ന വില, ഉറപ്പ് കുറവ് എന്നിവയാണ് മൺചട്ടികളുടെ സ്ഥാനത്ത് പ്ലാസ്റ്റിക് സിമന്റ് ചട്ടികൾ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള പ്രധാന കാരണം. പ്ലാസ്റ്റിക് പൂച്ചട്ടികൾക്ക് വിലക്കുറവ്, നിർമ്മാണ ചിലവ് കുറവ്, ഭംഗി, ഭാരക്കുറവ്, ഈടുനിൽപ്പ് തുടങ്ങിയ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് പരിസ്ഥിതി സൗഹൃദ വസ്തു അല്ലാത്തതിനാൽ അവയെ അപേക്ഷിച്ച് സിമന്റ് പൂച്ചട്ടികൾ ഉപയോഗപ്പെടുത്താനാണ് കർഷകരും സാധാരണക്കാരും കൂടുതൽ ആഗ്രഹിക്കുന്നത്. മോൾഡുകളിൽ സിമന്റ് ചാന്തൊഴിച്ചുറപ്പിച്ച് വെള്ളം നനച്ച് ഉറപ്പുവരുത്തിയെടുക്കുന്ന സിമന്റ് പൂച്ചട്ടികൾ വിവിധ വർണ്ണങ്ങൾ പൂശി മനോഹരമാക്കാൻ കഴിയും. അവയ്ക്ക് ഉറപ്പും കൂടുതലാണ്, എന്നാൽ ഭാരം കൂടുതലാണ് എന്നതാണ് സിമന്റ് പൂച്ചട്ടികളുടെ ഒരു കോട്ടം. സിമന്റിന്റെ ഉറപ്പും പ്ലാസ്റ്റിക്കിന്റെ ഈടുനിൽപ്പും ഭാരക്കുറവും ഒന്നിപ്പിച്ച് ഒരു പൂച്ചട്ടി നിർമ്മിക്കാൻ കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രയോജനപ്രദമായിരിക്കും എന്ന തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് സിമന്റ് പ്ലാസ്റ്റിക് സമ്മിശ്ര പൂച്ചട്ടി എന്ന ആശയം രൂപം കൊള്ളുന്നത്. പ്ലാസ്റ്റിക് ചൂടാക്കി ഉരുക്കി മോൾഡിൽ വാർത്തെടുക്കുന്ന രീതിയാണ് നിലവിലുള്ളത്. അത് പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. പ്ലാസ്റ്റിക് ചൂടാക്കി ഉപയോഗിക്കുന്നതിനു പകരം നാട്ടിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ ചെറു കഷ്ണങ്ങളാക്കി സിമന്റ് ചാന്തിനോടൊപ്പം ചേർത്തിളക്കി പ്രത്യേക യന്ത്ര സംവിധാനം വഴി ചെടിച്ചട്ടികൾ നിർമ്മിക്കുക എന്നതാണ് ഞങ്ങളുടെ പദ്ധതി. ഇതിനായി രൂപം കൊടുത്തിട്ടുള്ള യന്ത്ര സംവിധാനത്തിന്റെ രൂപരേഖ ഇതിനോടൊപ്പം ചേർക്കുന്നു. അതിലെ പ്രധാന ഭാഗങ്ങളും അവയുടെ ധർമ്മവും ചുവടെ ചേർക്കുന്നു. പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ടാങ്കുകളിൽ നിന്നും PVC പൈക്കുകൾ മുഖേന മിക്സർ എന്ന ഭാഗത്തേക്ക് എന്നിവ നിശ്ചിത അനുപാതത്തിൽ എത്തുന്നു. മിക്സർ ഒരു മോട്ടോർ ഉപയോഗിച്ച് നിരന്തരം കറക്കി സിമന്റ്, പൂഴിമണൽ, വെള്ളം എന്നിവയെ ആവശ്യാനുസരണം കൂട്ടിച്ചേർത്ത് കുഴമ്പ് രൂപത്തിലാക്കുന്നു. ഈ സിമന്റ് ചാന്ത് ഒരു കുഴൽ മുഖേന നോസിൽ എന്ന ഭാഗത്തേക്ക് കടത്തിവിടുന്നു. സിമന്റ് ചാന്തിന്റെ പൈപ്പുകളിലൂടെ സുഗമമായ ചലനത്തിനായി പൈപ്പിലേക്ക് എണ്ണ ഇറ്റിക്കുന്ന സംവിധാനം ഉൾപ്പെടുത്തിയിരിക്കുന്നു. നോസിലിന്റെ വായ്ഭാഗം പ്രത്യേക സ്ഥാനത്തും ദിശയിലും ക്രമീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു മോട്ടോർ ഉപയോഗിച്ച് സാവധാനം കറക്കാൻ കഴിയുന്ന ഒരു കുശവന്റെ ചക്രം ബേസ്മെന്റിൽ ഉറപ്പിച്ചിരിക്കുന്നു. ചക്രത്തിന്റെ നടുവിലായി പൂച്ചട്ടി കമഴ്ത്തി വച്ചതുപോലുള്ള ലോഹവസ്തു ഉണ്ടായിരിക്കും. അതാണ് മോൾഡ്. ഇത് നെടുവേ പിളർന്ന രണ്ടു ഭാഗങ്ങൾ കൂട്ടി യോജിപ്പിച്ചിരിക്കുന്ന തരത്തിലാണ് നിർമ്മിക്കുക. അവയ്ക്ക് പരസ്പരം ചെറുതായി അകലാനും അടുക്കാനും കഴിയും. അല്പം വികസിച്ച മോൾഡിന്റെ എണ്ണ തേച്ച ഉപരിതലത്തിലേക്ക് സിമന്റ് കുഴമ്പ് നോസിൽ മുഖേന സ്പ്രേ ചെയ്യുന്നു. മോൾഡ് കറങ്ങുമ്പോൾ പൽചക്രങ്ങളുടെ സഹായത്താൽ നോസിലും മുകളിലേക്ക് ഉയരും. അതേസമയം മറ്റൊരു നോസിലിലൂടെ പ്ലാസ്റ്റിക് പെല്ലറ്റുകളുടെ ടാങ്കിൽ നിന്നും ഇതേ രീതിയിൽ പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ സിമന്റ് ചാന്തിലേക്ക് സ്പ്രേ ചെയ്ത് പിടിപ്പിക്കുന്നു. സിമന്റ് നോസിലിനെ പോലെ പ്ലാസ്റ്റിക് പെല്ലറ്റ് നോസിലും മുകളിലേക്ക് ഒരേ സമയം ഉയരും. വശങ്ങൾ കൃത്യപ്പെടുത്താനും മിനുസപ്പെടുത്താനും പ്രത്യേക കോണളവിൽ ക്രമീകരിച്ചിരിക്കുന്ന ലെവലൽ സഹായകരമാവുകയും ചെയ്യുന്നു. പൂച്ചട്ടിയുടെ ഘനം കൂട്ടാൻ നോസിലുകളെ വ്യത്യസ്ത സ്ഥാനങ്ങളിൽ ക്രമീകരിച്ച് വീണ്ടും വീണ്ടും കറക്കിയാൽ മതിയാകും. പൂച്ചട്ടി നിർമ്മാണത്തിനു ശേഷം മോൾഡ് ചുരുക്കി ചട്ടിയെ മോൾഡിൽ നിന്നും വേർപെടുത്തുന്നു. ബേസിൽ നിന്നും പൂച്ചട്ടി തണലിൽ ഉണക്കി നന്നായി വെള്ളം നനച്ച് ക്യൂർ ചെയ്യുന്നു. ഉണങ്ങിയതിനു ശേഷം ആവശ്യമായത് നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ഇതിനായും മേൽ നോസിൽ സംവിധാനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. പ്ലാസ്റ്റിക് പെല്ലറ്റ് ടാങ്കിനു പകരമായി പെയിന്റ് ടാങ്ക് ഘടിപ്പിച്ച് മേൽപ്രവൃത്തി ചെയ്യാവുന്നതാണ്. ഇതിന്റെ മേന്മകൾ: 1. സിമന്റ് ചാന്തിനുള്ളിൽ പ്ലാസ്റ്റിക് ചേർക്കുന്നതിനാൽ പൂച്ചട്ടിയുടെ ഭാരം കുറവായിരിക്കും, എന്നാൽ സിമന്റിന്റെ ഈടുറപ്പ് ഉണ്ടായിരിക്കുകയും ചെയ്യും. 2. സമയലാഭം. 3. ലളിതമായ പ്രവർത്തനമായിരിക്കും. 4. ഉയർന്ന നൈപുണ്യം ആവശ്യമായി വരുന്നില്ല. 5. ഉൽപാദനം കൂട്ടാൻ കഴിയും. 6. കയ്യിൽ മണ്ണോ മറ്റു മാലിന്യങ്ങളോ പുരളുന്നില്ല. 7. താരതമ്യേന ചിലവ് കുറവ്.
8. പ്ലാസ്റ്റിക് പുനരുപയോഗം സാധ്യമാക്കുന്നതിനാൽ ഇതൊരു പരിസ്ഥിതി സൗഹൃദ സംവിധാനമാണ്.